ഊട്ടിയത്തെ ലേക്കിലാണുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മൾ ബോട്ടിങ്ങിൽ പോവാൻ തീരുമാനിച്ചു. പിന്നെ പാഡൽ ബോട്ടിൽ പോകാനായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. സോ ഞങ്ങളൊരു 4 സീറ്റർ 2 എണ്ണും പിന്നെ 2 സീറ്റർ 1 ബുക്ക് ചെയ്തത്. 2 സീറ്ററിൽ ഞാനും വിഷ്ണു പോവാന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവരൊക്കെ 2 4 സീറ്ററിലായിട്ട് പോകും. 4 സീറ്ററിന്റെ ക്യൂ അപേക്ഷിച്ച് നോക്കുക വെച്ചാൽ 2 സീറ്ററിന്റെ ക്യൂ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ കയറാൻ പറ്റി. ടോട്ടൽ 30 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ബോട്ടിങ്ങിന് വേണ്ടി തന്ന ടൈം. ബോട്ടിങ്ങിന് വേണ്ടി അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഒരു ബോട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ സ്പീഡ് ബോട്ട് ചെയ്യുന്ന ഏരിയയും പിന്നെ പാഡൽ ബോട്ട് ചെയ്യുന്ന ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ സ്പീഡ് ബോട്ട് പാഡൽ ബോട്ട് ചെയ്യുന്നവരുടെ അടുത്തു കൂടെ പോയാൽ വാട്ടർ വേവ്സ് ഉണ്ടാവും. അപ്പോൾ ആ വേവ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് പാഡൽ ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് അത്ര മിസ്റ്റി അല്ലെങ്കിലും അത്യാവശ്യം പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല നേച്ചറിന്റെ ഭംഗിയൊക്കെ മെല്ലെ മെല്ലെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പാഡൽ ചെയ്തത്. ഇന്നത്തെ കോമഡി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് കയറുമ്പോഴാണ് കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ് 4 സീറ്ററിൽ കയറുന്നത് തന്നെ. കാരണം അത്രയും ക്യൂ ആയിരുന്നു അവർക്ക്. നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഒരു ഷോപ്പിൽ ഇങ്ങനെ കയറി നിൽക്കുക കേട്ടോ മഴ കഴിയാൻ വേണ്ടി. ഭാഗ്യത്തിന് എല്ലാവരും മഴ തുടങ്ങുന്നതിന്റെ മുന്നേ സേഫ് ആയിട്ട് ബോട്ട് ചെയ്ത് എത്തി. ഈ മഴയത്തും ബോട്ടിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന്റെ ശേഷം നമ്മൾ റിട്ടേൺ ജേർണി ആയിരുന്നു. വേറൊരു കാര്യം, നമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പൊ ശരി, ബൈ.